തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ആ ക്യാഷിംഗ് എടുത്ത് നിന്റെ 50,000 രൂപയുണ്ട്. ഇനി ആ ചെക്ക് നീ ബാങ്കിൽ കൊടുക്കണ്ട. എന്തായാലും ആന്റിയുടെ ടൈം കൊള്ളാം. ആ ചെക്ക് എന്റെ അക്കൗണ്ടിൽ മാറേണ്ടി വന്ന ആന്റി മക്കളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വന്നേനെ. ആ ഒരു തരത്തിൽ നോക്കുമ്പോഴേ എനിക്ക് നല്ല സമയം തന്നെയാ. പക്ഷേ വേറൊരു തരത്തിൽ തീരാത്ത തലവേദനയുമാ. എല്ലാം ശരിയാവും ആന്റി. ഈ ചെക്കിന്റെ കാര്യത്തില് ഇങ്ങനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചതാണോ? ഇതുപോലെ ആന്റിയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ നീ ജ്യൂസ് കുടിക്കും. അല്ല, ചെക്ക് ഇതുവരെ മാറ്റിയില്ലല്ലോ ശ്യാമേ. ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരേണ്ടതല്ലേ? ഇനി ആളെ നമുക്ക് മനസ്സിലാവുമെന്ന് തോന്നിയിട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കോ? അത് തന്നെയായിരിക്കും. ഇനി നമുക്ക് പരിചയമില്ലാത്ത ആരുടെയെങ്കിലും അക്കൗണ്ട് വഴിയായിരിക്കും മാറുന്നത്. ആ പണം ആർക്ക് കൊടുക്കാൻ വാങ്ങിയതായിരിക്കും സത്യന്റെ ഊഹം. അത് അമ്മയുടെ എല്ലാ പ്രവൃത്തികൾക്കും കൂടെ നിൽക്കുന്നത് ഹർഷയാണ്. ഇനിയിപ്പോ ഈ 50,000 നേരെ അവളുടെ കയ്യിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. ഓ, അപ്പോ എന്തിനും കൂട്ടുന്നതിന്റെ പ്രതിഫലമായിട്ടായിരിക്കും. ഏയ്, ഹർഷയ്ക്ക് പ്രതിഫലത്തിന്റെ ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അമ്മയ്ക്ക് വേണ്ടി അവളുടെ കയ്യിൽ നിന്നും ചെലവായ തുകയായിരിക്കും. ഇപ്പോ അമ്മയുടെ കയ്യിൽ എപ്പോഴും കാശുണ്ടാവണമെന്നില്ലല്ലോ. ഹർഷ പലപ്പോഴായിട്ട് അമ്മയെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടാവണം. ഇതിപ്പോ അവളെ കൂടെ നിർത്തേണ്ടത് അമ്മയുടെ ആവശ്യമാണല്ലോ. അപ്പൊ പിന്നെ പണത്തിന്റെ പേരില് ഹർഷയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കാനായിട്ട് അമ്മ പ്രത്യേകം ശ്രദ്ധിക്കും. അതായിരിക്കാം. സത്യ, അമ്മ വരുന്നുണ്ട്. അല്ല, എന്താ അമ്മേ, ചെക്ക് ബാങ്കിൽ കൊടുത്തില്ലേ? ഇല്ല. എന്നാ തൽക്കാലവേ എനിക്കിതിന്റെ ആവശ്യം വന്നില്ല. അല്ല, അതെന്താ അമ്മേ? വളരെ അത്യാവശ്യമാണെന്നല്ലേ അമ്മ ഞങ്ങളോട് പറഞ്ഞത്? ആ അതെ, ഞങ്ങൾ വിചാരിച്ച ആരോടെങ്കിലും പലിശക്ക് വാങ്ങിയ കാശായിരിക്കും. പലിശക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. സത്യം പറഞ്ഞാലേ ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ കൂടി വേണ്ടിയാ എനിക്ക് 50,000 രൂപ വേണമെന്ന് പറഞ്ഞത്. പരീക്ഷിക്കാനോ? ആ അതെ. അല്ല, ഞാനൊരു അത്യാവശ്യത്തിന് കൈ നീട്ടിയാ നിങ്ങൾ എന്നെ സഹായിക്കുന്നൊന്നും അറിയണമല്ലോ. എനിക്കൊരാപത്ത് പറ്റിയ നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്കത് മതി. എന്നാ പിന്നെ ഞാനങ്ങ് പൊയ്ക്കോട്ടെ. ഒരു അത്യാവശ്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പോട്ടെ. ഇതിലെന്തോ കളിയുണ്ടല്ലോ ശ്യാമേ. അമ്മ വേറെന്തോ മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. എനിക്ക് പണം വാങ്ങിയതിനേക്കാൾ ദുരൂഹത ഇത് തിരിച്ചു തന്നതിലുണ്ട്. നമുക്കിത് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം സത്യം. അല്ല, അമ്മയുടെ ഈ പുതിയ നാടകം എന്തിനാണെന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റൂ. എന്തായാലും നീ വാ, നമുക്ക് വെളിയിലോട്ട് നോക്കാം.